മനോഭാവസമാധിതഞ്ചുചി നുകർന്നേണ്ടുന്ന യോഗീന്ദ്രരും ചേതോ ജാതവിരോധി പത്മജമുഖന്മാരാം ജഗൽപാലരും കാതോർക്കും ശ്രുതിദേവതാ ഹൃദയവും കോരി കുടിച്ചു സ്വയം ചേതോ മോഹനമാം അമേയമുരളീനാഥാമൃതം മംഗളം. ഭഗവാൻ ശ്രീനാരായണ മഹർഷി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ കേൾക്കാൻ വേണ്ടി, നമ്മുടെ ആ മഹാരാജാവിന് കേൾക്കാൻ വേണ്ടി. അങ്ങനെ ഭഗവാന്റെ ചരണം സ്മരിച്ചുകൊണ്ട് ഭഗവത് പ്രസാദത്തിനായി മാഘമാസ വ്രതം ആചരിച്ചു ആരേ ഗോപികമാരെ. വസന്താത്തിൽ മാഘമാസത്തിലെ ഈ വെളുത്ത പഞ്ചമി നാളിൽ അവരുടെ പ്രേമത്തെ പരീക്ഷിച്ചറിയുവാനായി ശ്രീകൃഷ്ണൻ അവരുടെ ഗൃഹത്തിലെത്തി. പുലിത്തോലും ജടാമകുടവും ഭസ്മലേപവും ഒരു യോഗിവേദ്യനെ പോലെ വേഷം ധരിച്ചു. ഓടക്കോൽ ഊതിക്കൊണ്ട് ഭഗവാൻ അവരുടെ ഗൃഹവേദിയിലൂടെ നടന്നു. എന്തിനാണ് ഈ ഭസ്മധൂളിയെല്ലാം ധരിച്ചിട്ട് ഓടക്കോൽ ഊതുന്ന ഭഗവാനെ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഗോപി ഗൃഹങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നടത്തുന്ന ആ യുവ സന്യാസിയെ കണ്ട മാത്രയിൽ തന്നെ ഗോപികമാർ പ്രേമപരവശന്മാരായി തീർന്നു. അതിസുന്ദരനും തേജസ്സേറുന്ന മുഖപത്മത്തോടുകൂടിയവനുമായ ആ യുവയോഗി ഗോപികളുടെ മനക്കവർന്നു. പ്രേമാതുരായി തീർന്നവർ അന്യോന്യം പറഞ്ഞു, നന്ദാത്മജന്റെ ഛായയുള്ള ഈ ബാലയോഗി എവിടെയും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ധനികനായ ഒരു രാജപുത്രനാണിവൻ എന്ന് ലക്ഷണം കൊണ്ടറിയാം. ഏതോ ഒരു സ്ത്രീയുടെ ദുർവാക്കുകൾ കേട്ട് വിരക്തനായി തീർന്നതാവാം. എത്ര കോമളമായ രൂപം! ഇവന്റെ മാതാപിതാക്കളും ബന്ധുക്കളും എങ്ങനെയാണ് ഇവനെ സന്യാസത്തിന് അനുവദിച്ചതാവോ? ആകട്ടെ, നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം. ഈ സന്യാസിയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് അവർ തീരുമാനിച്ചു. ഇങ്ങനെ തമ്മിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന യുവയോഗിയോട് ചോദിച്ചു തുടങ്ങി. ഹേ യുവയോഗിൻ, അങ്ങാരാണ്? എവിടെയാണ് സ്വദേശം? എന്താണ് പേര്? ചെറുപ്രായത്തിൽ എന്തിനാണ് സന്യാസം ഭരിച്ചത്? എന്തൊക്കെയാണ് അങ്ങയുടെ സിദ്ധികൾ? ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക എന്ന് പറഞ്ഞു. ഗോപിമാരുടെ തുരുതുരെയുള്ള ചോദ്യങ്ങളോട് സന്യാസിയുടെ ഗൗരവം അഭിനയിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എന്റെ താമസം മാനസ സരസിന്റെ തീരത്താണ്. സ്വയം പ്രകാശൻ എന്നാണ് എന്റെ നാമധേയം. പേരിലൂടെ ഒന്നുകൂടെ കൂടിയാണ് സ്വയം പ്രകാശൻ. അന്നമോ ജലമോ കൂടാതെ ജീവിക്കാനും ഭാവി പ്രവചിക്കാനും എനിക്ക് സിദ്ധിയുണ്ട്. സത്സംഗത്തിനു വേണ്ടി ഞാൻ സഞ്ചരിക്കുന്നു. ഹേ ഗോപിമാരെ, കഴിഞ്ഞുപോയ കാലവും വരാനിരിക്കുന്നതും ഞാൻ ദിവ്യദൃഷ്ടിയാൽ വീക്ഷിച്ച് കൃത്യമായി പ്രവചിക്കും. കൂടാതെ ഉച്ചാടനം, സ്തംഭനം, മാരണം, മോഹനതന്ത്രം, വശീകരണം എന്നീ പ്രയോഗങ്ങൾക്കുള്ള മന്ത്രങ്ങളും എനിക്കറിയാം പറഞ്ഞു. ആഹാ! ഇത്രയും കേട്ട ആശ്ചര്യ കുതുകികളായ ഗോപികമാർ പറഞ്ഞു, അങ്ങേക്ക് ത്രികാലജ്ഞാനവും ദിവ്യചക്ഷുസ്സും ഉണ്ടെന്ന് വരിക ഞങ്ങളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് പറയാമോ ചോദിച്ചു. എങ്കിൽ അങ്ങേക്ക് ഈ വക സിദ്ധികൾ സ്വായത്തമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ എനിക്കറിയാം. പക്ഷേ ഓരോരുത്തരോടും സ്വകാര്യമായി പറയാം. നിങ്ങൾക്ക് നിർബന്ധമെങ്കിൽ പരസ്യമായി തന്നെ പറയാം. പക്ഷേ അതിന് നിങ്ങൾ അനുവാദം തരണം. ഇത് കേട്ട ഗോപികുമാർ അത്ഭുതപ്പെട്ടു. അങ്ങ് പറഞ്ഞത് സത്യമാണ്. അങ്ങേക്ക് ത്രികാലജ്ഞാനമുണ്ട്. അങ്ങേക്ക് അധീനമായ വശീകരണ മന്ത്രം ഉപയോഗിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ള വസ്തു ഇവിടെ വരുത്തിത്തരണം എന്ന് പറഞ്ഞു. എന്നാൽ മന്ത്രസിദ്ധിയെപ്പറ്റി ഞങ്ങൾക്ക് വിശ്വാസം വരുമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ദുർഘടമാണല്ലോ. എങ്കിലും ഞാൻ പറഞ്ഞു പോയത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതാണ്. അതെനിക്ക് വളരെ പ്രയാസമാണ് ആ കാര്യം എന്ന് അവരോട് പറഞ്ഞു. നിങ്ങളെല്ലാവരും കണ്ണടച്ച് നിൽക്കുവിൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സഫലമായി വരും. അങ്ങനെ യോഗിയുടെ വാക്കുകൾ കേട്ട് കണ്ണുമടച്ചെന്ന് ഗോപികമാരുടെ മുമ്പിൽ ആ പൊന്നതമ്പുരാൻ സ്വന്തം രൂപമെടുത്തു നിന്നു. ഗോപിമാർ കണ്ണുമിഴിച്ചപ്പോൾ തങ്ങളുടെ മുമ്പിൽ കണ്ട നന്ദനന്ദനന്റെ രൂപത്തെ ഹർഷത്തോടും ആശ്ചര്യത്തോടും കൂടി കണ്ടവർ മോഹിതരായി. മാഘമാസത്തിൽ തന്നെ പുണ്യമേറിയ വൃന്ദാവനത്തിൽ ആ ഗോപികമാരുമൊത്ത് ദേവേന്ദ്രൻ അപ്സരസ്സുകളുമായിട്ടെന്നതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ രാസലീലകളാടി എന്ന് പറയുന്നു. നാരദ മഹർഷി കഥ തുടർന്നു. ഇനി ഭൂമി ഗോപിമാരുടെ ചരിത്രം ഞാൻ പറയാം. എത്ര തരം ഗോപിമാരാ!
വീതിഹോത്രൻ, അഗ്നിമുക്ക്, സാമ്പൻ, ശ്രീകരൻ, ഗോപതി, ശ്രുതൻ, ബ്രജേശൻ, പാവൻ, ചാണ്ടൻ എന്നിങ്ങനെ വ്രജത്തിൽ ഉപനന്ദന്മാർ വസിച്ചിരുന്നു. ധനവാന്മാരും യശസ്വികളും സപുത്രവാന്മാരും ശീലഗുണം സമ്പന്നന്മാരും ദാനപരായണന്മാരുമായിരുന്നു ഉപനന്ദന്മാർ. ഈ ഉപനന്ദന്മാരുടെ ഗൃഹങ്ങളിൽ ഇവർ പുത്രിമാരായി ജന്മം കൈക്കൊണ്ടു. അവരുടെ ഇടയിൽ ദിവ്യകളും അതിവ്യകളും ഉണ്ടായി. ദിവ്യത്വമുള്ളവരുണ്ടായി, അത്ര ദിവ്യത്വം ഇല്ലാത്തവരുണ്ടായി. ഭൂമി ഗോപികൾ എന്ന് പ്രസിദ്ധിയാർജിച്ചവർ രാധയുടെ സഖികളായി തീർന്നു. ഒരിക്കൽ രാധാഗ്രഹത്തിൽ ഹോളി ഉത്സവം ആഘോഷിക്കാമെന്ന ശ്രീകൃഷ്ണന്റെ കോമള രൂപം ദർശിച്ച ഗോപികൾ രാധയോട് പറഞ്ഞു, "ഏ സഖി രാധേ, ഹോളികോത്സവം ആഘോഷിക്കാനായി നിന്റെ ഗൃഹത്തിന്റെ ഉപവനത്തിൽ വ്രജത്തിന് ഭൂഷണമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എത്തിയിരിക്കുന്നല്ലോ. യൗവനം തുളുമ്പുന്ന തേജസ്സുറ്റ കണ്ണുകളും പീതാംബരവും വനമാലയും കാൽത്തളകളും കാരിക്കോലും മുരളിയുമായി കൃഷ്ണൻ നിന്നെ കാണാനുള്ള കൗതുകത്തോടെ വന്നെത്തിയിരിക്കുന്നു. നീ അറിഞ്ഞില്ലേ? ബാലാർക്കകാന്തി ചിന്തുന്ന കിരീടവും മകരകുണ്ടലങ്ങളും കടക കങ്കണാദികളും അണിഞ്ഞ ശ്യാമസുന്ദരൻ. ഓഹ്, എന്തൊരു ചൈതന്യം, എന്തൊരു സൗന്ദര്യം! രംഗകേളികളിൽ തൽപരനായി അകിൽച്ചാറും കുങ്കുമവും നിറച്ച കുഴലുമായി നിന്റെ മേൽ വെള്ളം ചാമ്പാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഫാൽഗുന മാസം എന്ന വ്യാജേന നീ അങ്ങോട്ട് വരിക. ഉടനെ എഴുന്നേറ്റ് വെള്ളം ചാമ്പുന്ന കുഴലും നിറച്ച് ഭവതി വേഗം വരിക. ഇങ്ങനെയൊരു നല്ല അവസരം ഇനി കിട്ടുകയില്ല. ഭവതിയുടെ അഭിമാനം കൊണ്ട് നഷ്ടപ്പെടുത്തരുത്. ഉടനെ തന്നെ രാധ അഭിമാനമൊക്കെ വെടിഞ്ഞു കേട്ടോ. എന്നിട്ട് സഖിമാരുമൊത്തു വന്ന് ഹോളി ഉത്സവത്തിൽ പങ്കുകൊണ്ടു. ചന്ദനം, അകില്, കസ്തൂരി മഞ്ഞൾ, കുങ്കുമം മുതലായത് കലക്കിയ വെള്ളം കൊണ്ട് രജസുന്ദരിമാർ ഹോളി കളിച്ചു. കൈകൾ ചുവന്നും മഞ്ഞ വസ്ത്രങ്ങളും വിളകി കളിക്കുന്ന നൂപുരങ്ങളും അണിഞ്ഞ് മനോഹരമായ ഹോളികാഗീതം പാടിയും അന്യോന്യം പരിഹസിച്ചും ചിരിച്ചും വെള്ളം ചാമ്പിയും അവർ ഹോളി കളിച്ചു, ആഘോഷിച്ചു, നൃത്തം രസിച്ചു. കയ്യിൽ ചുവന്ന അകിൽപ്പൊടി എടുത്തെറിഞ്ഞുകൊണ്ട് ഭൂമിയും ദിക്കുകളും രക്തവർണ്ണമാക്കി ചെയ്തു. കോടിക്കണക്കിലുള്ള ഗോപിമാർ സുഗന്ധ്യായ ചുവപ്പ് പൊടി വിതറിക്കൊണ്ട് ഹോളി കളിച്ചു. എല്ലാവരും ചേർന്ന് ശ്രീകൃഷ്ണന്റെ കൈകൾ കടന്നു പിടിച്ചു. ശ്രാവണ സന്ധ്യയിലെ മിന്നലൊത്ത മേഘം പോലെ അവർ പരിലസിച്ചു. എത്ര ഗോപിമാരുണ്ടോ അത്രയും രൂപം കൈക്കൊണ്ട് ശ്രീകൃഷ്ണൻ അവരുടെ കൂടെ ക്രീഡിച്ചുകൊണ്ട് വിരാജിച്ചു. വർഷകാല സന്ധ്യകളിലെ മേഘവും മിന്നലും എന്ന പോലെ രാധാകൃഷ്ണന്മാർ ആ ഗോപി സമൂഹത്തിൽ ശോഭിച്ചു. രാധയാൽ കണ്ണിൽ അഞ്ജനമെഴുതിക്കപ്പെട്ട കൃഷ്ണൻ തന്റെ ഉത്തരീയം രാധക്ക് നൽകിക്കൊണ്ട് നന്ദഗോപന്റെ ഗൃഹത്തെ പ്രാപിച്ചു. ആ സമയത്ത് ദേവകൾ പുഷ്പവൃഷ്ടി നടത്തുകയുണ്ടായി. ബഹുലാക്ഷൻ പറഞ്ഞു, "ഹേ മഹർഷി, ശ്രീനാരദ മഹർഷി, ഭക്തിനിർഭരവും പുണ്യപ്രദവുമായ ഗോപികളുടെ കഥകൾ എത്ര കേട്ടിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ലല്ലോ. ഗോപീയുദ്ധങ്ങളിലെ മറ്റു ഗോപികമാരുടെ കഥകൾ കൂടി പറയാൻ കനിവുണ്ടാകണേ" എന്ന് പറഞ്ഞു. ഉത്സാഹഭരിതമായ രാജാവിന്റെ വാക്കുകൾ കേട്ട നാരദൻ തുടർന്നു, "ആകട്ടെ, ഇപ്പോൾ ദേവാംഗന ഗോപിമാരുടെ കഥ ഞാൻ പറയാം. മാളവദേശത്തിൽ നീതിമാനും ധനവാനുമായി ദിവസ്പതി എന്നൊരു ഗോപനുണ്ടായിരുന്നു. അനേകം ഭാര്യമാരുമൊത്ത് തീർത്ഥാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം മധുരയിലെത്തി. ബ്രജേശ്വരനായ നന്ദഗോപനെ പറ്റി കേട്ടറിഞ്ഞ് ദിവസ്പതി ഗോകുലത്തിലേക്ക് പോയി. നന്ദഗോപനുമൊത്ത് അദ്ദേഹം വൃന്ദാവന ഭംഗിയിൽ ആകൃഷ്ടനായ ദിവസ്പതി 2 യോജന വിസ്താരമുള്ള സ്ഥലം വിലക്കു വാങ്ങി ഗൃഹങ്ങളും ഗോശാലകളും മണ്ഡപങ്ങളും നിർമ്മിച്ച് അവിടെ പാർപ്പ് തുടങ്ങുകയും ചെയ്തു. താമസം തുടങ്ങി. ദേവല മഹർഷിയുടെ അനുഗ്രഹത്താൽ ദേവസ്ത്രീകൾ ജ്വലിക്കുന്ന അഗ്നി പോലെ ദിവ്യരൂപിണികളായി ദിവസ്പതിയുടെ ഭാര്യമാരിൽ ഗോപകന്യകളായി ജനിച്ചു. ശ്രീകൃഷ്ണന്റെ സുന്ദര രൂപം കണ്ട് ജന്മസ്മരണയോടുകൂടി അവർ അനുരാഗ വിവശരായി തീർന്നു. ശ്രീകൃഷ്ണപ്രാപ്തിക്കായി അവർ മാഘവ്രതം അനുഷ്ഠിച്ചു.
അരുണോദയത്തിൽ യമുനയിൽ ഇറങ്ങി സ്നാനം ചെയ്തവർ ശ്രീകൃഷ്ണ ലീലകൾ ഉറക്കെ പാടിത്തുടങ്ങി. പ്രസന്നനായ ഭഗവാൻ എന്ത് ചെയ്തുന്നോ, അവരോട് വേണ്ട വരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ പറഞ്ഞു. നിങ്ങൾ എന്താണ് വരം വേണ്ടെന്ന് ചോദിച്ചോളൂ, ഞാൻ തരാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞു. കാരണനായ അങ്ങയുടെ ദർശനം യോഗീശ്വരന്മാർക്ക് കൂടി ദുർലഭമാണ്. കാമദേവനെ പോലെ സുന്ദരനായ അങ്ങയുടെ ഓടക്കുഴലും വിളിച്ചുകൊണ്ടുള്ള ആ രൂപം നിങ്ങൾക്ക് എപ്പോഴും കാണുമാറാകട്ടെ എന്നാണ് അവര് പ്രാർത്ഥിച്ചത്. ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവരെ അനുഗ്രഹിച്ചു. മാഘമാസത്തിൽ തന്നെ ഭഗവാന് അവരൊന്നിച്ച് വൃന്ദാവന നികുഞ്ചങ്ങളിലും യമുനാ പുളിഞ്ഞങ്ങളും വെച്ച് രാസലീലകളാടി. ശ്രീകൃഷ്ണൻ പരിപൂർണതമനാണ്. ഒരു കാര്യത്തിനായി ഭൂമിയിൽ അവതാരം കൊണ്ട ഭഗവാൻ അനേക കാര്യങ്ങൾ നിർവഹിച്ചു. പീതാംബരധാരിയും കിരീട കുണ്ടലങ്ങളും ശ്രീവത്സവും വനമാലയം അണിഞ്ഞ മുരളീധരനായ നടവേഷധാരിക്ക് നമസ്കാരം 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 നാരദ മഹർഷി പറഞ്ഞു നിർത്തി. മതിയാക്കാൻ ഇദ്ദേഹം വിടൂല. ഇദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്. ഗോപീയൂഥങ്ങളുടെ മുൻജന്മവൃത്താന്തം പിന്നെയും പറയുവാൻ അപേക്ഷിച്ച വിദേഹാധിപതിയോട് നാരദ മഹർഷി പറഞ്ഞു. ജാലന്ധരികൾ എന്ന ഗോപികളുടെ ചരിത്രം അങ്ങ് കേൾക്ക്. പുണ്യപ്രദവും സർവകാമതവുമായ ആ ചരിത്രം ഞാൻ പറയാം. സപ്തനദിക്കരയിൽ 2 യോജന വിസ്താരത്തിൽ സർവസമ്പൽ സമൃദ്ധിയോടുകൂടിയ രംഗപർത്തനം സ്ഥിതി ചെയ്യുന്നു. രംഗോജി എന്ന ധനവാനായ ഗോപൻ പുത്രപൗത്രന്മാരോടുകൂടി ധനധാന്യ സമൃദ്ധമായ ആ പുരം ഭരിച്ചു പോന്നു. ഹസ്തിനപുരത്തിലെ രാജാവായിരുന്ന ധൃതരാഷ്ട്രന് വർഷം തോറും 6 അർബുദം സ്വർണ്ണ നാണയം രംഗോജി രാഗഭോഗമായി കൊടുത്തു വന്നിരുന്നു. ഗോപീലോചന ജാതകത്തിന് മഴക്കാറാരി ഭക്തർക്കെഴുന്നാപൽ സർപ്പതതിക്കവന്യരുടൻ മൂലോപചൂടാമണി ശ്രീകാന്താമണി രുക്മിണി കുടയ മാർത്തട്ടിന്റെയാഭൂഷണൻ തേജസ്സേകണമംബോപരണിയും സൗന്ദര്യ ചൂടാമണി. രംഗോജൻ ധനവാനായ ഗോപൻ പുത്രപൗത്രന്മാരോടുകൂടി ധനധാന്യ സമൃദ്ധമായ പുരം ഹരിച്ചു പോന്നു. ഹസ്തിനപുരത്തിലെ രാജാവായിരുന്ന ധൃതരാഷ്ട്രൻ പറഞ്ഞല്ലോ, 6 അർബുദം സ്വർണ്ണ നാണയം രംഗോജി രാജഭോഗമായി കൊടുത്തു വന്നിരുന്നു. അഹങ്കാരം മൂലം ഒരിക്കൽ വർഷം തികഞ്ഞിട്ടും രംഗോജിക്ക് അപ്പം കൊടുക്കാൻ കൂട്ടാക്കിയില്ല. ഗോപൻ ധൃതരാഷ്ട്രനും ചെന്ന് കണ്ടതുമില്ല. അപ്പോൾ ഹസ്തിനാപുരത്തു നിന്നും 1000കണക്കിന് സൈന്യങ്ങളെ രംഗപത്തനത്തേക്ക് വിട്ടു. അവർ രംഗോജിയെ കയറിട്ട് കെട്ടിക്കൊണ്ടുപോയി ധൃതരാഷ്ട്രന്റെ മുമ്പിൽ ഹാജരാക്കി. കുറെ വർഷങ്ങളെ അയാൾ തുറങ്കിലകപ്പെട്ടു. ഗംഭീരം. കഠിനമായ ശിക്ഷകൾ ഏൽപ്പിച്ചിട്ടും ധനലോഭം മൂലം രംഗോജി നികുതി കൊടുക്കാൻ തയ്യാറായില്ല. അയ്യോ, 24 ഗുരുക്കന്മാരെന്നും അറിയില്ലേക്കും അദ്ദേഹത്തിന്. ഒരു ദിവസം എങ്ങനെയോ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് രംഗോജി തന്റെ വീട്ടിലെത്തി. 3 അക്ഷൗഹിണി സൈന്യത്തെ സ്വരൂപിച്ച് ഹസ്തിനാപുരത്തു നിന്നും ധൃതരാഷ്ട്രന്റെ മന്ത്രി രംഗപത്തനത്തിൽ രംഗോജി യുദ്ധത്തിന് വിളിച്ചു. ശത്രുക്കളോട് എതിർത്ത് വില്ലും കവചവും പൊട്ടിയും സ്വന്തം ഭടന്മാർ കൊല്ലപ്പെട്ടും വിഷണ്ണനായ രംഗോജി സ്വന്തം ഭവനത്തിൽ വന്ന് കുറേ നാൾ ഒളിച്ചിരുന്നു. സ്വന്തം ഭവനത്തിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നൊരു ഗതികേട് ആലോചിച്ച് നോക്കും. ഭയന്നവനും അനാഥനുമായി തീർന്ന അയാൾ സ്വകാര്യമായ ദൂതനെ കംസന്റെ സവിധത്തിലേക്ക് അയച്ചു. സഹായാഭ്യർത്ഥനമായ മധുരാപതിയിലെത്തിയ ദൂതൻ കംസന്റെ സഭയിൽ പ്രവേശിച്ച് വണങ്ങി തൊഴുകയോടെ പറഞ്ഞു. രംഗപത്തനത്തിന്റെ നാഥനായ രംഗോജി തന്റെ ശത്രുക്കൾ വളഞ്ഞു വെച്ചിരിക്കുന്നതിനാൽ അവരെ നിരോധിക്കാനായി അങ്ങയുടെ സഹായം അപേക്ഷിക്കുന്നു. അങ്ങ് ദീനന്മാരെയും ദുഃഖിതന്മാരെയും രക്ഷിക്കുന്നവനാണ്. അത്യന്ത ബലവാനായ നരകാസുരനും മറ്റും അങ്ങയുടെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നുണ്ട്. ദേവന്മാരെ കൂടി ജയിച്ചെന്തന്റെ സിംഹാസനവും ഛത്രവും ബലാൽ കൊണ്ടുവന്നവനാണല്ലോ അങ്ങ്. ചകോരം ചന്ദ്രനെയും താമര സൂര്യനെയും വിശന്നവൻ അന്നത്തെയും ദാഹിക്കുന്നവൻ വെള്ളത്തെയും ആഗ്രഹിക്കുന്നത് പോലെ ശത്രുഭയത്താൽ അങ്ങ് സ്മരിക്കപ്പെടുന്നു കംസമഹാരാജാവേ എന്ന് പറഞ്ഞു.
ശരണാഗതനായ രംഗോജിയെ കൃപാകരനായ അവിടുന്ന് രക്ഷിച്ചാലും. ദൂതന്റെ സ്തുതിവചനങ്ങൾ കേട്ട് സന്തുഷ്ടനായി തീർന്ന കംസൻ മതോത്കടനായി തീർന്നു. കോടിക്കണക്കിലുള്ള തന്റെ അസുര സൈന്യങ്ങളെ ഒന്നിച്ച് വളമേഘം പോലെ കറുത്തിരുണ്ട കുവലയാപീഠമെന്ന മതഗജത്തിന്റെ പുറത്തേറിക്കൊണ്ട് രംഗപത്തനത്തിലേക്ക് പുറപ്പെട്ടു അഹങ്കാരിയായ കംസൻ. ചാണൂരൻ, മുഷ്ടികൻ, കേശി, വ്യോമാസുരൻ, വൃഷാസുരൻ എന്നീ മഹാകായന്മാരായ സൈന്യനായകന്മാർ പടത്തലക്കൽ നിലകൊണ്ട് രംഗപത്തനത്തിൽ സൈന്യവും വീറോട് പൊരുതി. ഞാളിപ്പടർന്ന ഹൂങ്കാരത്തോടെ വനത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ശരവർഷത്താൽ ഇരുൾ മൂടിയ കുരുസേനയിലേക്ക് തന്റെ ലക്ഷഭാഗം ഗതയുമായി കംസൻ കടന്നു ചെന്നു. ഇന്ദ്രൻ തന്റെ വജ്രായുധത്താൽ പർവ്വതങ്ങളെ വീഴ്ത്തുന്നത് പോലെ വർജ്ജതുല്യമായ ഗതാഘാതത്താൽ കംസൻ അനേകം ഭടന്മാരെ കയച്ചു. കാലുകൊണ്ട് രഥങ്ങൾ ചവിട്ടി തകർത്തു. ആനകളെ കൊണ്ട് ആനകളെ തല്ലി വീഴ്ത്തി. ആനകളെ പൊക്കിയെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. ചിലവയെ കക്ഷത്തിൽ ഇറുക്കിപ്പിടിച്ചും മറ്റു ചിലവയെ ചുമലിലെടുത്തും യുദ്ധം ചെയ്തു. ഗംഭീരല്ലവൻ. വ്യോമാസുരൻ തന്റെ ബലിഷ്ഠഹസ്തങ്ങൾ കൊണ്ട് തുമ്പിക്കൈയിൽ ആനകളെ തൂക്കിയെടുത്ത് വട്ടം ചുറ്റിച്ചു. വൃഷാസുരൻ രഥങ്ങളെ കുതിരകളോടുകൂടി പൊക്കിയെടുത്ത് നിലത്തെറിഞ്ഞ് താവിട് പൊടിയാക്കി. കംസന്റെ സൈന്യങ്ങളുടെ പരാക്രമം പൊറുക്കാനാവാതെ കുരുസൈന്യം നാലുപാടും ചിതറിപ്പോയി. കംസൻ രംഗോജിയെയും കുടുംബത്തെയും കൂട്ടി മധുരാപുരിക്ക് മടങ്ങിപ്പോയി. ഈ പരാജയത്തെ പറ്റി അറിഞ്ഞ കൗരവന്മാർ അസുരന്മാരുടെ താൽക്കാലികമായ നല്ല കാലം ഒത്തുമൗനം കൊണ്ടു. ഒന്നും മിണ്ടിയില്ലാന്നർത്ഥം. ദൈത്യാധവനായ കംസൻ രംഗോജിക്ക് താമസിക്കുവാനായി വ്രജത്തിനടുത്തുള്ള ഒരു സ്ഥലം, അതായത് ബാർഹിഷതം എന്നാണ് എന്റെ പേര്, അങ്ങനെയുള്ള ഒരു സ്ഥലം കൊടുത്തു. രംഗോജി അവിടെ താമസം തുടങ്ങി. ആ ഗോപന്റെ അനേകം ഭാര്യമാരിൽ ശ്രീഹരിയുടെ അനുഗ്രഹത്താൽ ജാലന്ധരികൾ ഗോപിമാരായി വന്ന് പിറന്നു. അതിസുന്ദരിമാരായിരുന്ന ആ കന്യകമാരെ ഗോപന്മാർ വിവാഹം കഴിച്ചു. അവർ ജാരധർമ്മമനുസരിച്ച് ശ്രീകൃഷ്ണൻ പ്രേമബദ്ധരായി ഭവിച്ചു. ചൈത്രമാസത്തിലെ രാസരംഗത്ത് പുണ്യപ്രദമായ വൃന്ദാവനത്തിൽ വൃന്ദാവനേശ്വരനായ ഭഗവാൻ അവരുമുക്ത രാസലീലകളാടി അവരെ അനുഗ്രഹിച്ചു. ഇതാണ് മഹാരാജാവേ ജാലന്ധര ഗോപികളുടെ കഥ. ഞാൻ എന്ത് പറയണം എന്ന് ചോദിച്ചു. അപ്പൊ നാഗേന്ദ്ര കന്യാ ഗോപിമാരുടെ കഥ പറയണം. ഋജത്തിനടുത്തുള്ള ശോണപുരത്തിൽ നന്ദൻ എന്ന പേരിൽ ധനികനായ ഒരു ഗോപൻ 5000 ഭാര്യമാരുണ്ടായിരുന്നു. 1, 2, 5, 10 അല്ല, ഒരു ഗോപൻ 5000 ഭാര്യമാര്. എന്താ ഇത് കഥ? മത്സ്യരൂപിയായ ഭഗവാന്റെ അനുഗ്രഹത്താൽ സമുദ്രകന്യകമാരും പൃഥുചക്രവർത്തിയുടെ അനുഗ്രഹത്താൽ ഭൂദോഹ സമയത്തുണ്ടായ ബാഹിഷ്മതീരേഖത്താൽ അപ്സരസ്സുകളും ശേഷന്റെ വരബലത്താൽ നാഗകന്യകമാരും വാമനന്റെ വരദാനത്താൽ സുതരവാസികളും ശോണപുരത്തിൽ നന്ദന്റെ പത്നിയിൽ ഗോപകന്യകകളായി ജനിച്ചു. അവർ ദുർവാസ മഹർഷിയിൽ നിന്നും കൃഷ്ണ പഞ്ചാംഗം സ്വീകരിച്ച് ഭഗവാനെ ഉപാസിക്കാൻ തുടങ്ങി. മധുമാസത്തിൽ കാളിന്തി തീരത്തുള്ള കദംബ വൃക്ഷത്തിൽ ഊഞ്ഞാൽ കെട്ടിക്കൊണ്ട ആ ഗോപികൾ ശ്രീകൃഷ്ണനുമൊത്ത് ഊഞ്ഞാലാടി കളിച്ചു. വസന്തത്തിൽ വൃന്ദാവനത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികളും മധുകൊണ്ട് മതിച്ച് മൂളി നടക്കുന്ന വണ്ടുകളും ആടുന്ന മയിലുകളും കളഭോജനം ചെയ്യുന്ന കുയിലുകളും കാളിന്തിയിൽ നിന്നും വീശുന്ന സുഖശീതളമായ മന്ദമാരുതനും ചേർന്ന് ആ രംഗത്തിന് കൊഴുപ്പ് കൂട്ടി. കീർത്തിസുതയായ രാധയും ഒന്നിച്ച് ശ്രീകൃഷ്ണൻ രതിയും മന്മഥനും എന്ന പോലെ വൃന്ദാവനത്തിൽ അവർക്ക് ദർശനമരുളി. നന്ദേശ്വരനും നന്ദനന്ദനും പരിപൂർണതമനുമായ ഭഗവാനോടൊന്നിച്ച് രാസലീലകൾ ആടുവാൻ കഴിഞ്ഞ ഗോപികമാരുടെ
പുണ്യാതിരേകത്തെ പറ്റി എങ്ങനെ വർണ്ണിക്കുള്ളൂ? വർണ്ണിക്കാനാവൂല, അതാണ്. അവർണ്ണനീയമാണ് അവരുടെ കാര്യം. നാഗകന്യകമാർ ബലഭദ്രനുമൊത്ത് കാളിന്തി നികളത്തിൽ വെച്ച് രാസലീലകളാടി. ഇങ്ങനെ സർവപാപഹരമായ ഗോപികമാരുടെ ചരിത്രം ഞാൻ പറഞ്ഞു. ഇനിയും എന്താണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്? ശ്രീകൃഷ്ണ കഥാകഥനം തുടർന്നും കേൾക്കുവാൻ ആഗ്രഹം കൊണ്ട രാജാവ് നാരദ മഹർഷിയോട് ചോദിച്ചു, മഹാമുനി, ദുർവാസാവ് മഹർഷി ഗോപികമാർക്ക് ഉപദേശിച്ച യമുനാ പഞ്ചാംഗം എന്ന് വെച്ചാൽ അതെന്താണ്? അതെനിക്കറിയാൻ ആഗ്രഹം ഉണ്ട്. അത് കേട്ട് നാരദൻ പറഞ്ഞു, ഇതിന് ഉദാഹരണമായി ഞാനൊരു പഴയ കഥ പറയാം. അതിന്റെ ശ്രവണം തന്നെ പാപകരമാണ്. അയോധ്യാധിപതിയായിരുന്ന മാന്ധാതാവ് എന്ന രാജാവ് ഒരിക്കൽ നായാട്ടിന് പോയി. ചുറ്റിത്തിരിഞ്ഞ് രാജാവ് സൗഭര്യയുടെ ആശ്രമത്തിലെത്തി. കാളിന്തി തീരത്തുള്ള തന്റെ ജാമാതാവായ സൗഭര്യയെ വണങ്ങിക്കൊണ്ട് രാജാവ് പറഞ്ഞു, മാന്ധാതാവിന്റെ 50 മക്കളല്ലേ പിന്നെ ഈ സൗഭര്യ കൊണ്ടുപോയത്, അതുകൊണ്ട് ജാമാതാവായി, മക്കളുടെ ഭർത്താവ്. അവിടെ നിന്ന് സർവജ്ഞനാണ്. സൂര്യൻ എന്ന പോലെ ലോകത്തിൽ അജ്ഞാന അന്ധകാരം അകറ്റുന്നവനാണ്. സർവ ഐശ്വര്യങ്ങളുടെ ഇഹലോകത്ത് രാജ്യഭാരം ചെയ്തുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ സാരൂപ്യം നേടാനുള്ള ഭാഗ്യം എന്താണ്? സൗഭര്യ പറഞ്ഞു, സർവസിദ്ധികരവും കൃഷ്ണ സാരൂപ്യം ലഭിക്കുന്നതുമായ യമുനാ പഞ്ചാംഗം ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാം. യമുനാ പഞ്ചാംഗം സർവ ഐശ്വര്യപ്രദവും സകല സുഖങ്ങളും നൽകുന്നതുമാണ്. അതോടുവിൽ ശ്രീകൃഷ്ണ സാരൂപ്യവും നേടിത്തരുന്നു. കവചം, സ്തവം, സഹസ്രനാമം, പടലം, പദ്ധതി 5 ചേർന്ന മന്ത്രങ്ങളെ പഞ്ചാംഗം എന്ന് പറയുന്നു. കൃഷ്ണന്റെ രാജ്ഞിയായ യമുനയുടെ നിർമ്മലമായ കവചം അങ്ങ് കേട്ടാൽ കുളിച്ച് സന്ധ്യാവന്തനാദികൾ കഴിച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കേശബന്ധം ചെയ്ത് സുസ്ഥികാസനം ചെയ്ത് മൗനിയായിരുന്നു കൊണ്ട് ജീവിക്കണം. യമുനന്റെ ശിരസിനെയും കൃഷ്ണ കണ്ണുകളെയും ശ്യാമപുരികക്കൊടികളെയും നാഗവാദിനന്റെ നാസികയെയും രക്ഷിക്കട്ടെ. പരമാന്തരൂപിണി കപോലങ്ങളെയും ഭഗവാന്റെ വാമാംസത്തിൽ നിന്നും ഉത്ഭവിച്ച കൃഷ്ണ ഇരുവർണ്ണങ്ങളെയും രക്ഷിക്കട്ടെ. കാളിന്ത്യന്റെ അധരങ്ങളെയും സൂര്യകന്യ വച്ച് മുഖത്തെയും യമസോദരി കഴുത്തിനെയും മഹാനദി എന്റെ ഹൃദയത്തെയും രക്ഷിക്കട്ടെ. കൃഷ്ണപ്രിയ പൃഷ്ഠഭാഗത്തെയും തടിനീരി കൈകളെയും ശ്രോണി പ്രദേശത്തെയും ചാരുദർശന കടിപ്രദേശത്തെയും രക്ഷിക്കട്ടെ. രംഭോരു എന്റെ ഉരുദ്വയത്തെയും കാൽമുട്ടുകളെ അഖഭേദിനിയും പണങ്കാലുള്ള രാജേശ്വരിയും പാദങ്ങളെ പാപനഹാരിണിയും രക്ഷിക്കട്ടെ. പ്രകാരം യമുനാ കവചം എന്ന മന്ത്രം ഭക്തിയുക്തം 10 തവണ ജപിച്ചാല് ധനവാനായി ഭവിക്കും. ബ്രഹ്മചര്യവ്രതത്തോടെ ഈ സ്തോത്രം 3 മാസം ജപിച്ചാൽ അവൻ സർവരാജാധീശത്വം ലഭിക്കും. രാവിലെ എഴുന്നേറ്റ് ഈ കവചം ജപിക്കുന്നവന് സർവതീർത്ഥ സ്നാന ഫലങ്ങളും ലഭിക്കും. ഒടുവിൽ അവൻ ഗോലോകപ്രാപ്തി നേടുകയും ചെയ്യും. ഇനി സർവസിദ്ധികരമായ യമുനാ സ്തോത്രം കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞു വെച്ചു. യമുനാ സ്തോത്രം നമുക്ക് ഇന്ന് പറയണ്ട, നാളെ പറയാം. കൊണ്ടെന്ന് കഴിക്കണ്ടപ്പ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. നാളെ പറയാമെന്ന്. പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആ പൊന്നുതമ്പുരാൻ പാദപത്മങ്ങളെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.